നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുവാൻ പറയുന്നു. നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ബൈബിൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകും. എപ്പോൾ നിങ്ങൾ ദൈവം ചെയ്തതിന്, ദൈവിക കാര്യങ്ങൾക്ക് നന്ദി പറയാൻ നിങ്ങൾ തുടങ്ങുമോ, അവിടെ വർധനവ് ആരംഭിക്കും. വർധനവിൻ്റെ രഹസ്യം സ്തോത്രം ചെയ്യുക എന്നതാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുന്നത്, യേശു ആ അപ്പമെടുത്ത് താങ്ക്സ് ഗിവിങ് നടത്തി, അല്ലെങ്കിൽ യേശു അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്തപ്പോൾ സംഭവിച്ചത് 10,000-കണക്കിന് ആളുകൾക്ക് കൊടുക്കാവുന്ന വിധത്തിൽ അത് വർദ്ധിക്കപ്പെട്ടു. ദൈവം ചെയ്യാൻ പോകുന്നതിനും ചെയ്തതിനും നന്ദി പറയാൻ പഠിച്ചാൽ പ്രാർത്ഥനയുടെ ഒരു പ്രധാന സ്റ്റെപ്പാണ്, പ്രാരംഭ സ്റ്റെപ്പാണ്. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്താണോ ദൈവത്തോട് കുറേ കംപ്ലൈൻറ്റുകൾ പറയുക എന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് നന്ദി പറഞ്ഞു തുടങ്ങാമെങ്കിൽ അത് വർധനവിലേക്ക് എത്തിക്കുമെന്ന് ഒരു സംശയവും വേണ്ട. 2, പ്രാർത്ഥനയിൽ നിങ്ങൾ ചെലവഴിക്കുമ്പോൾ ദൈവത്തോട് നിങ്ങൾ ഗൈഡൻസും ജ്ഞാനവും ചോദിക്കണം. സദൃശ്യം 3-ന്റെ 5-6 വാക്യങ്ങളിലൊക്കെ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ദൈവത്തോട് ജ്ഞാനം ചോദിക്കണം. യാക്കോബ് പറയുന്നത്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ പൽസിക്കാതെ ഔദാര്യമായി തരുന്ന ദൈവത്തോട് ചോദിച്ചാൽ ജ്ഞാനം ദൈവം പകരും. പല കാര്യങ്ങളിലും നമ്മൾ ഡിലേ ആയത്, പല കാര്യങ്ങളിലും നമ്മുടെ കാര്യങ്ങൾ ബ്ലോക്കായി പോയത്, പല കാര്യങ്ങളിലും നമുക്ക് മണ്ടത്തരങ്ങൾ പറ്റിയതിൻ്റെ കാരണം ആ വിഷയത്തിൽ നമുക്ക് ജ്ഞാനമില്ലാതെ പോയതാണ്. നിങ്ങൾ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചാൽ ആ ജ്ഞാനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കാൻ പോകുന്ന ഒരു സീസണാണ്. എനിക്ക് കഴിവുണ്ട്, എനിക്ക് അത് ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്, എങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആ വിഷയത്തിൽ ദൈവത്തോട് ഗൈഡൻസും ദൈവത്തോട് ജ്ഞാനവും ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. പ്രാർത്ഥനയിൽ നിങ്ങൾ ഈ 2-ാം സ്റ്റെപ്പ് എല്ലാ ദിവസവും ഉപയോഗിക്കുക. 3-ാമത്തേത്, ദൈവത്തോട് നിങ്ങൾ പ്രൊട്ടക്ഷൻ ചോദിക്കുക. ഹെൽത്തിൻ്റെ മേൽ പൈശാചിക പദ്ധതികളെ പൊളിച്ച് ആ ദൈവീക പ്രൊട്ടക്ഷനകത്ത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിർത്തുക. മത്തായി 6-13 സ്വർഗസ്ഥനായ പിതാവേ എന്ന അതിപ്രസക്തമായ പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് 6:13 വായിക്കുന്നത്, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ്. എന്ന് വെച്ചാൽ അതൊരു വചനം റെഫറൻസ് നമുക്ക് പ്രൂവ് ചെയ്യുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന്. പ്രാർത്ഥനയിൽ നിങ്ങൾ സ്തോത്രത്തോടെ ആരംഭിക്കുക. പ്രാർത്ഥനയിൽ നിങ്ങൾ കൃത്യമായ ഗൈഡൻസും വിസ്ഡവും ദൈവത്തോട് ചോദിക്കുക. പ്രാർത്ഥനയിൽ നിങ്ങൾ ആ പ്രൊട്ടക്ഷൻ ചോദിക്കുക. പ്രാർത്ഥനയുടെ ബേസിക്കായ 3 സ്റ്റെപ്പുകളാണ് ഇത്. നിങ്ങൾ ആവർത്തിച്ച് ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ആവർത്തിച്ച് ദൈവസന്നിധിയിൽ അത് ദൈവത്തോട് ചോദിച്ചു മേടിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം, പൈശാചിക ആവർത്തനങ്ങൾ ഉണ്ടാകാതെ ദൈവത്താൽ സൂക്ഷിക്കപ്പെടാൻ പറ്റും.